പറയണ പോലെ ഈ ദൈവവുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണമെങ്കിലും അത് മോണിറ്റർ ചെയ്യണതും അത് ആക്ടിവേറ്റ് ചെയ്യണതും മദറാണ്, അമ്മയാണ്. അമ്മയുടെ മാധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പം അമ്മയുടെ മാധ്യസ്ഥൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത് ഈ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പം കുറേ ആയില്ലേ, എത്രയോ ഞാൻ അമ്മയുടെ കൂടെ ഈ ശുശ്രൂഷ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി, ഒരുപക്ഷെ 4 നൂറ്റാണ്ട് കൂടുതലായി ഈ മരിയ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് മരിയ ശുശ്രൂഷയും മറ്റ് ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം, ഈ മറ്റ് മരിയ ശുശ്രൂഷക്കുള്ള ഗുണമെന്ന് പറയണത് ഫസ്റ്റ് ഫേസിൽ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും. അപ്പോൾ എന്താ ഉദ്ദേശിക്കണത്? ഇപ്പോൾ വ്യക്തി അയാൾ ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ട് പാപാവസ്ഥയിലാകാം. പക്ഷേ അയാൾ ചിലപ്പോൾ അദ്ദേഹം ഒരു ഡൈവേഴ്സ്ഡ് പേഴ്സണാകാം, അല്ലെങ്കിൽ ആ സ്ത്രീ ചിലപ്പോൾ ഒരു അബോർഷൻ കഴിഞ്ഞ ആളാകാം, മനഃപൂർവ്വം പാപത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ഒരു അബോർഷനിലൂടെ വീണ്ടും പാപിയായിട്ട് നിൽക്കുന്ന ആളാകാം. പക്ഷേ ഇവർക്ക് ഈ ഞാൻ കണ്ടുവരണത് ഉടമ്പടിയൊക്കെ അമ്മയടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇതിനെ ആദ്യം അഡ്രസ്സ് ചെയ്തില്ല അമ്മ. നീ അങ്ങനെ ചെയ്തവളല്ലേ, ഇങ്ങനെ ചെയ്തവളല്ലേ, അങ്ങനെ ആവശ്യമില്ല, നിൻ്റെ ഹർട്ട് ചെയ്യുകയോ നിന്നെ തൂക്കി നോക്കുകയൊന്നുമില്ല. ആദ്യം അമ്മ എന്ന രീതിയിൽ നിന്നെ നിലനിർത്തി തരും. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു ദൈവികമായ സത്യമാണ്. നിൻ്റെ അവസ്ഥ എന്തായാലും ആദ്യം നിന്നെ ദൈവം, നീ ഇപ്പോൾ ഭർത്താവിനെതിരെ കേസ് കൊടുത്ത് വന്ന ആളാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ കേസ് കൊടുത്തിട്ട് നിൻ്റെ താല്പര്യത്തിന് പറ്റുന്ന രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകാത്തപ്പോൾ നിനക്ക് വിറഞ്ഞ് നീ മനുഷ്യത്വരഹിതമായി പെരുമാറിയിട്ടിടവെന്ന് നിൽക്കണം വിചാരിച്ചു. പക്ഷേ നീ ഒരു കടത്തിലാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നീ ഒരു രോഗത്തിലാണെന്ന് വിചാരിച്ചോ, അമ്മ ആദ്യം അത് അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങനെ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാനുള്ള ഉപദേശിക്കാനുള്ളത്, നമുക്ക് ഈ ഒരു ബോധം ഉണ്ടാകണം. നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ എന്ത് അവസ്ഥയിലായാലും കൃപാസനത്തിൽ വരുമ്പോൾ ഫസ്റ്റ് ഫേസിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ പാപിയായിരുന്നിട്ടും ഞാൻ പൊക്കത്തരം കാണിച്ചിട്ട് തോന്നിവാസം ജീവിച്ചിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചല്ല, അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. അതിവിടെയാണ് പ്രശ്നം, അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടാൻ പോണത്. ഇത് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ നിലനിർത്തി തന്നിട്ട് ഈശോയുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അല്ല ഈശോയുടെ ഒരു അപ്രോച്ചിങ് ഉണ്ട്. എന്താണ്? ഇപ്പം ഞാൻ നിന്നെ സഹായിക്കുന്ന, മേലിൽ നീ നന്നായി ദൈവത്തിൻ്റെ പൈതലിനെ പോലെ ജീവിക്കണം. എന്തിനാണ് നമ്മൾ പാപം ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം, ദൈവം ഉദ്ദേശിക്കുന്നത് നീ ബേസിക്കായിട്ട് നീ ദൈവ പൈതലാണ്. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം കൊണ്ടും നമ്മുടെ ജഡത്തിൻ്റെ ദുരാശ കൊണ്ടും നീ ചിലപ്പോൾ ദൈവ പൈതൽ എന്നുള്ള നിൻ്റെ സ്ഥാനം പ്രസാദപരം നഷ്ടപ്പെട്ടു പോയി കാണും. പക്ഷേ എന്ന് പറഞ്ഞാലും ദൈവം പറയും, നീ ഇപ്പോൾ ഒരു പാപാവസ്ഥയിലാണെങ്കിലും നീ എൻ്റെ മകനാണ്, അല്ലെങ്കിൽ നീ എൻ്റെ മകളാണ്. അതിനത്ര മാറ്റമില്ല. അതിൽ അമ്മയെ ദൈവം അമ്മയെ തന്നെ വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? അതായത് ഇങ്ങനെ ഒരു ഇൻഡീസൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടായി, ദൈവത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് ഡയറക്റ്റ് ഇടപെടാൻ പറ്റാത്ത വിഷയമാണെങ്കിലും നിങ്ങൾ നിലനിർത്തണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ കാനായിലെ കല്യാണത്തിൻ്റെ കാര്യമാണ് തന്നെ എടുക്കാം. അവിടെ ആ വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കഥയുമില്ല. യേശു എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ യുഗദൈവം പറഞ്ഞ്